മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് പുറത്തായി വരുന്ന മാർക്കസ് റാഷ്ഫോർഡ് ഒരു സീസണിലേക്കുള്ള ലോണിൽ ബാഴ്സലോണയിൽ ചേരാൻ ഒരുങ്ങുകയാണ്. ക്ലബിന്റെ മുൻഗണനയായിരുന്ന നിക്കോ വില്യംസിനെ നഷ്ടപ്പെട്ടതിനാൽ ബാഴ്സലോണ ഇപ്പോൾ റാഷ്ഫോർഡിനെയാണ് പരിഗണിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഇപ്പോൾ ആവശ്യമില്ലാത്ത താരമായി മാറിയ റാഷ്ഫോർഡ് തന്റെ കരിയർ വീണ്ടും ഉയർത്തിയെടുക്കുവാൻ ബാഴ്സലോണയിലേക്ക് ചെല്ലുവാൻ വലിയൊരു ശമ്പളക്കുറവ് പോലും സമ്മതിച്ചിട്ടുണ്ട്. ബാഴ്സലോണയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെ കാലമായി അറിയപ്പെടുന്നവയാണ്. ഇതുതന്നെയാണ് നിക്കോ വില്യംസിനെയും ഇടപാട് തകരാനും കാരണമായത്. ക്ലബിന് അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യുവാനുള്ള സാമ്പത്തിക ഉറപ്പുകൾ നൽകാനായിട്ടില്ല. ഇപ്പോൾ റാഷ്ഫോർഡ് പ്രതീക്ഷയോടെ ബാഴ്സലോണയിൽ എത്തുമ്പോഴും ലാലിഗ പ്രസിഡന്റ് ഓവിയൻ തേബസ് വ്യക്തമാക്കുന്നത് ബാഴ്സലോണയ്ക്ക് ഇപ്പോഴുള്ള നിലയിൽ റാഷ്ഫോർഡിനെ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നാണ്. റാഷ്ഫോർഡ് ശമ്പളത്തിൽ വലിയ തോതിൽ കുറവ് സമ്മതിച്ചിരിക്കുന്നുവെങ്കിലും പക്ഷേ അത് പോരാ. അവനെ കളിക്കാൻ അനുവദിക്കുമോ എന്ന് ഇപ്പോഴും അനിശ്ചിതമാണ്.